ഹായ് ഓൾ മെസ്സഞ്ചറിൽ നിരവധി കോളുകളും അതുപോലെ തന്നെ മെസ്സേജുകളും വന്ന് നിങ്ങൾക്ക് ശല്യമാവുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ മെസ്സഞ്ചർ ഒഴിവാക്കിയാലോ, എങ്ങനെ ഇത് നിർത്താനാവും, ഇത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിനെ ബാധിക്കുമോ എന്നിങ്ങനെയുള്ള പല ഊഹാപോഹങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് പല ആൾക്കാരും വരാറുണ്ട്. അപ്പം അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മെസ്സഞ്ചർ ആപ്പേ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അൺഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ഫോഴ്സ് സ്റ്റോപ്പ് ആക്കാം. ഫോഴ്സ് സ്റ്റോപ്പ് എങ്ങനെ ചെയ്യേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിന് യാതൊരു തരത്തിലും നിങ്ങൾക്ക് ബാധിക്കില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇടുന്നതിനോ നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നതിന് യാതൊരു തരത്തിലും ബാധിക്കില്ല. നിങ്ങൾക്ക് കോൾ വരില്ല, മെസ്സേജ് വരില്ല എന്നുള്ളൂ. അതല്ലാതെ വേറൊരു കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ആപ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ആപ്സുകളൊക്കെ വരുന്നതായിരിക്കും. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നിരവധി നമ്മുടെ ഫോണിലുള്ള ആപ്പുകളൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നതായിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ മെസ്സഞ്ചർ ആപ്പ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റ് മുകളിൽ തന്നെ കാണുന്ന ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അലോ നോട്ടിഫിക്കേഷൻ നമുക്ക് അത് അലോ ചെയ്തിട്ടായിരിക്കും ഉള്ളത് നോട്ടിഫിക്കേഷൻ. നമ്മളത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളുകളൊക്കെ വരും, മെസ്സേജും വരും. പക്ഷെ ആ റിംഗ് ടോൺ നിങ്ങൾക്ക് കേൾക്കില്ല എന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കോളും മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അത് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്നത് അന്ന് അതുവരേക്കും നിങ്ങൾക്ക് കോളോ അതുപോലെ തന്നെ മെസ്സഞ്ചറിൽ മെസ്സേജോ ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് ആ ടൂൾ അവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കോളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കോളോ മെസ്സേജോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിനെ മാത്രം നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, മെസ്സഞ്ചറിൽ ക്ലിക്ക് ആക്കുക. മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാം, ഈ 3 ലൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള മുകളിലുള്ള ഈ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയതിനു ശേഷം നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ഇവിടെയുള്ള ആക്റ്റീവ് സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. ഈ ആക്റ്റീവ് സ്റ്റാറ്റസ് ഓണിലാണ്. അതായത് നമ്മൾ ഓൺലൈനിലുള്ള സമയത്ത് അവിടെ പച്ചട്ടിക്ക് കാണും. അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഓൺലൈനിലുണ്ടെന്ന് മനസ്സിലാവും. അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചില കുറുക്കന്മാരൊക്കെ ഇവർ ഓഫ്ലൈനിലാണുള്ളത്, നിലവിൽ ഓൺലൈനിലില്ല എന്ന് കരുതിയിട്ട് അവർ വിളിക്കാതിരിക്കും. ഓക്കെ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരാണോ കൂടുതൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അതായത് എന്നെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. നമ്മൾ നേരെ താഴേക്ക് പോവാം. താഴേക്ക് പോയിട്ട് ഇവിടെ ബ്ലോക്ക് എന്ന് കാണാൻ സാധിക്കും. ഈ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കോളും ചെയ്യാൻ പറ്റില്ല, മെസ്സേജും അയക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന്റെ താഴെ തന്നെയുള്ള റെസ്ട്രിക്റ്റ് മീൻസ് അവർക്ക് നിങ്ങളെ കോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മെസ്സേജും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കില്ല, അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തത്തില്ല. അതാണ് ഈ റെസ്ട്രിക്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഞാനിപ്പം റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുള്ളത്, ഇനി അൺറെസ്ട്രിക്റ്റഡിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് മാറിയിട്ട് കോളും മെസ്സേജും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയി വന്നു. പിന്നെ നമുക്ക് താഴെ ഒരുപാട് ശല്യം വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ റിപ്പോർട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾക്ക് മെസ്സഞ്ചറിൽ വരുന്ന ഡിസ്റ്റർബുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷനുകൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പരാതി പറയാറുണ്ട്, എന്നെ മെസ്സഞ്ചറിനെ കൊണ്ട് എനിക്ക് പൊറുതി മുട്ടിയിരിക്കുകയെന്ന്. എനിക്ക് കോളും അതുപോലെ തന്നെ മെസ്സേജുകളും വന്നിട്ട് ഒരു ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ത്രീകൾ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.